എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഓണം. പിന്നെ ഞങ്ങളിതാ രാവിലെ തന്നെ സ്കൂളിലൊക്കെ പോയി ഞങ്ങളുടെ കുക്കിംഗ് കാര്യങ്ങൾ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ വേണ്ടിയുള്ള കുക്കിംഗ് കാര്യങ്ങളെല്ലാം തീർത്ത് വീട്ടിൽ വന്ന് ഇതാ കുളിച്ച് റെഡിയായി ഞങ്ങൾ പോകണം. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് കുറച്ച് പേരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ തിരുവാതിരക്കളി, അതുപോലെ ഓണപ്പാട്ട്, പിന്നെ വടംവലി, അങ്ങനെ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഇനി എങ്ങനെയാണ് അച്ഛൻ അറേഞ്ച് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അവിടുത്തെ തിക്കും തിരക്കിന്നൊക്കെ ഞങ്ങളൊന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയതാ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഓണത്തിൻ്റെ വീഡിയോ എന്നാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഒത്തിരി വീഡിയോസ് പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം പിടിക്കും എത്താനായിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് ബിസിയാണ് സ്കൂളിലെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്രീ ആവുന്നതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകാം, ഓണത്തിൻ്റെ സെലിബ്രേഷനായിട്ട് പോകാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ തലേ ദിവസത്തെ കുക്കിങ്ങിന്റെ ചെറിയൊരു പാർട്ട് കാണിക്കാം കേട്ടോ. ഞാൻ സൗമ്യ ടേസ്റ്റിനോട് കൂട്ടുകറി ഉണ്ടാക്കുന്ന രംഗമാണ് കാണുന്നത്. ഇത് കൂട്ടുകറിക്കുള്ള തേങ്ങ വറുത്തിടാനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാവരും കുക്കിങ്ങിനായിട്ട് ഓടിയാണ്. അവിടെ നിന്നാ ജെസ്സി ടീച്ചർ പാവയ്ക്ക കിച്ചടി. ഇവിടുത്തെ നമ്മുടെ സ്നിഷ ടീച്ചറും ആഷ്ന ടീച്ചറും കൂടെ ഉള്ളിത്തീയിൽ ഉണ്ടാക്കണം. ഉള്ളിത്തീലിനുള്ളതാ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിസ്സാരക്കാരെന്ന് മനസ്സിലായല്ലോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. താങ്ക് യു ഹാപ്പി ഓണം. ഇവിടെ നമ്മുടെ ലിസി ടീച്ചറാണ് ഇഞ്ചിപ്പുളിയുടെ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ടീച്ചർ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളി കേട്ടോ, എല്ലാ വർഷവും ടീച്ചറായിട്ട് ഉണ്ടാക്കാറ് ഇഞ്ചിപ്പുളി. ഇതാ ഇവിടെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ സഹായികളായിട്ട് കുറച്ച് പേരുണ്ട്. ഹാപ്പി ഓണം. ഇവിടെ നമ്മുടെ സാറുമാരൊക്കെ കൊടുക്കുന്ന തേങ്ങ ചിരണ്ടാണ്. തേങ്ങ ചിരവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ലേഡി ടീച്ചേഴ്സ് എല്ലാം കട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. വെജിറ്റബിൾ കട്ടിങ്, ക്ലീനിങ്, തലേ ദിവസം ചെയ്തു വെക്കാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചായ പിടിച്ചോ. ഹാപ്പി ഓണം. താങ്ക് യു. ഐശ്വര്യ ടീച്ചർ ഒരു ഹാപ്പി ഓണം പറയും. താങ്ക് യു സിസ്റ്റർ. സെയിം ടു യു. നമ്മുടെ ഷാരി സാർ ഓടി നടന്ന് വീടുകളാട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ JP സാർ. അപ്പോൾ JP സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഓണസദ്യ കാര്യങ്ങളെല്ലാം. അപ്പോൾ സാറ് ഞങ്ങൾക്കൊക്കെ ഓരോരോ ഡ്യൂട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തലേ ദിവസത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ എന്താ ഓണത്തിൻ്റെ അന്ന് എടുക്കുന്ന വീഡിയോ ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾക്ക് കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ പൂക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂക്കളത്തിനായിട്ട് ഫ്ലക്സ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സിൻ്റെ മുകളിൽ കൂടെ ഇവർ പൂവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറച്ച് പേർക്കാണ് പൂക്കളത്തിൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മുടെ അനിലേട്ടനുണ്ട്. അപ്പോൾ അനിലേട്ടനും പിന്നെ വേറെ സാറുമാരും ടീച്ചർമാരും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് പൂക്കളം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ കുക്കിങ്ങിനൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ കുക്കിംഗ് എല്ലാം ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയി റെഡി ആയിട്ട് വേണം നമുക്ക് ഉച്ചക്കാലത്തെ പ്രോഗ്രാമിനായിട്ട് എത്താൻ. അപ്പോൾ 11 മണിക്ക് നമ്മുടെ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് തന്നെ ഇനി ഇറങ്ങണം. കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അഞ്ചോടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം. അതേ അഞ്ചുമോൾ ഇവിടെ റെഡിയായി. അഞ്ചുമോൾക്ക് നേരത്തെ ഇറങ്ങണം. അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡാൻസ് ഉണ്ട്. അഞ്ചുവിൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് അഞ്ചു നേരത്തെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ലിജീസ് വ്ലോഗ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്തേ. ഹാപ്പി ഓണം എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ബൈ ബൈ. ഞങ്ങൾ പയ്യെ വന്നേക്കാൻ പുറകെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പൊ അതാ നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ സെറ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ പൂക്കളം കണ്ടോ നിങ്ങള്? പിന്നെ ഇതാ അഞ്ചുവിൻ്റെ 2 ഫ്രണ്ട്സും കൂടെ പൂക്കളത്തിന്റെ ചുറ്റും ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇരിക്കുന്ന കേട്ടോ. അങ്ങനെ അഞ്ചുനെ റെഡിയാക്കി പറഞ്ഞു വിട്ടതിന് ശേഷം തൊട്ട് പുറകെ തന്നെ ഞങ്ങളും എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തിരുവാതിരക്കളിക്കുള്ള മേക്കപ്പ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, എൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10 പേരുണ്ട് തിരുവാതിരക്കളി കളിക്കാൻ. പിന്നെ ബാക്കിയുള്ളവർ ഗ്രൂപ്പ് സോങ്ങിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സെയിം കോസ്റ്റ്യൂം തന്നെയാണ്.
അപ്പോൾ എല്ലാവരും തലയിൽ ഗജറ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. പിന്നെ സെയിം പൊട്ട് വയ്ക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പൊട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് കാര്യങ്ങളെല്ലാം സെയിം കളറിലേക്ക് ഇടാമെന്നും പറഞ്ഞ് അങ്ങനത്തെ ചെറിയ മേക്കപ്പ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിലെ മറ്റു ടീച്ചേഴ്സിനും ഓണത്തിന് ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ തിരുവാതിരക്കളിയും അതുപോലെ തന്നെ ഓണസദ്യ കാര്യങ്ങളെല്ലാം. അവർക്ക് ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവരാദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പം മലയാളികൾക്കൊപ്പമൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഗ്രീൻ ബ്ലൗസ് ഇട്ടുള്ളവർ വേറൊരു ഗ്രൂപ്പാണ് തിരുവാതിരക്കളി കളിക്കാനുള്ളവർ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഫോട്ടോയ്ക്ക് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ഓടിപ്പോയി നിന്ന ഈ സമയത്ത് ചേട്ടനുണ്ടോ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജൊക്കെ റെഡിയാണ്. അതോടൊപ്പം പൂക്കളവും എല്ലാം കംപ്ലീറ്റ്ലി റെഡിയായി. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ടീമുകൾ ഫോട്ടോ എടുത്ത് മാറുമ്പോൾ അടുത്ത ടീമായിട്ട് വന്ന് അങ്ങനെ ഗ്രൂപ്പായിട്ടും ഫാമിലി ആയിട്ടും പേഴ്സണലി അങ്ങനെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം 3 ഗ്രൂപ്പുകാരും പല പല സ്ഥലങ്ങളിലായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു തിരുവാതിരയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാട്ട് പാടാനുള്ള പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതാ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ. സ്റ്റേജ് നല്ല സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇവിടെ ചേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സാറുമാരൊക്കെ മാറി മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ ഫാദേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തിരുവാതിര അതുപോലെ തന്നെ ഓണപ്പാട്ട് കാര്യങ്ങൾക്കെല്ലാം മാർക്കിടാനായിട്ട് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സും അതുപോലെ അച്ഛന്മാരിലും കുറച്ച് പേരൊക്കെ മാർക്കിടാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാറായി. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണം. അച്ഛൻ അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും പെട്ടെന്ന് തന്നെ എത്താനായിട്ട്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ ഉണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് മേക്കപ്പ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് വരാൻ അല്പം വൈകിയതാണ്. ഇപ്പോൾ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ ഓണം മെസ്സേജും അതിനൊപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു സ്പീച്ചും കൂടി കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രോഗ്രാം കുറച്ച് സമയം കണ്ടിരിക്കാം. Sebastian, Father Binu, Father Shindo, sisters and my dear friends, we know that Onam is a festival of unity, and the speciality of Indian culture is that unity in diversity, without any linguistic and cultural barriers. We are here to celebrate Onam. So I welcome all of you to this Onam celebrations. And today we have some competitions, some programs of our children. I hope you will enjoy, and I welcome each one of you to this Onam celebration. അച്ഛൻ്റെ സ്പീച്ചിന് ശേഷം പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലൈറ്റിംഗ് ദ ലാമ്പാണ്. അപ്പോൾ അതിനായിട്ട് ഫാദേഴ്സിന് എല്ലാവരെയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് പിന്നെ ടീച്ചേഴ്സിൽ നിന്നായാലും 1-2 പേര് ആയിട്ട് തിരി തെളിയിക്കാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കുറേ വൈകിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ തിരക്ക് കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. കാരണം എനിക്ക് ബൈബിൾ റൈറ്റിംഗ്, അതിൻ്റെ ഒപ്പം സ്കൂളിലെ വർക്ക്, പിന്നെ വീട്ടിലെ ജോലികളെല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എല്ലാം അല്പം വൈകി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോടൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. ലൈറ്റിംഗ് ദ ലാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ആദ്യം കുട്ടികളുടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് ഇപ്പോൾ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റേജിലുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഡാൻസ് ഇത്തിരി നേരം കാണാം. നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ വേറെ മ്യൂസിക് ആട്ടോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. സെയിം മ്യൂസിക് അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ.
അടുത്തത് ഇനി അഞ്ജുവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെയുള്ള ഒരു ഡാൻസാണ്. അപ്പോൾ അത് നമുക്ക് ഇത്തിരി നേരം കാണാം. അടുത്തത് നമ്മുടെ ഒരു സാറ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് തിരുവാതിരക്കളി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഏത് ഗ്രൂപ്പാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്ന് ലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ലോട്ടിനനുസരിച്ച് നമ്പർ കിട്ടുന്നത് പോലെ കേട്ടോ സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാനായിട്ട് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ ലോട്ട് എടുത്തപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങളിതാ ആദ്യം സ്റ്റേജിലേക്ക് പോകണം തിരുവാതിരക്കളിക്കായിട്ട്. ഇതിൻ്റെ തൊട്ട് പുറകെ ഓരോരോ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. അങ്ങനെ 3 ഗ്രൂപ്പിൻ്റെയും തിരുവാതിരക്കളി അടുപ്പിച്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ വേറെ മ്യൂസിക് ആട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. First performance will be of Mamannan group, second Maveli, third Aravam. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടോ സ്റ്റേജിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിന് ശേഷം അടുത്ത ഗ്രൂപ്പ് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പെർഫോമൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും കിട്ടിയില്ലായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ. ജസ്റ്റ് 1 വീക്ക് കൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും ഞങ്ങളുടെ തിരുവാതിരയിൽ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഹിന്ദിക്കാരെ ടീച്ചേഴ്സിനെയൊക്കെ തിരുവാതിരക്കളിയൊക്കെ പഠിപ്പിച്ചെടുക്കാത്ത എളുപ്പമൊന്നുമല്ലായിരുന്നു. എന്തായാലും അവരെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളെല്ലാവരും മലയാളീസ് ആയിട്ടുണ്ടായിരുന്നവരൊക്കെ പഠിപ്പിച്ചെടുത്ത് അങ്ങനെയാണ് അവരെയും കൂടെ കൂട്ടി തിരുവാതിര കളിക്കുന്നത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളെ കണ്ട് എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിൻ്റെ തിരുവാതിര കാണാം.
സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളിയും ഇതാ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി തേർഡ് ഗ്രൂപ്പിൻ്റെ കേട്ടോ. അപ്പം ഞാൻ എല്ലാ തിരുവാതിരക്കളികളിൽ നിന്നും കുറച്ച് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, ശകലം മാത്രം എടുത്ത്. കാരണം നമുക്ക് സെയിം മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ച് ഞാൻ ഇത്തിരി മാത്രം ഇതിൽ നിന്ന് ഇവിടെ ഷോ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഇതാ തേർഡ് ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളിയും കൂടെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവാതിരക്കളി 3 അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിനി എല്ലാ പ്രോഗ്രാമും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ബാക്കി പ്രോഗ്രാമുകളും ബാക്കി വിശേഷങ്ങളും ഓണപരിപാടികളും എല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. Bye bye.